നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ സിംഗിയൻ രചനയോ എന്ന് എന്നോട് ചോദിച്ചവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കുട്ടികളുടെ എണ്ണമോ ബിൽഡിങ്ങുകളുടെ വലുപ്പവും അല്ല ഒരു സ്ഥാപനത്തിന്റെ വലുപ്പം തീരുമാനിക്കുന്നത്. അത് ഞങ്ങൾ കാണുന്ന വലുപ്പവും ഞങ്ങളുടെ വിജയവുമാണ്. ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ ഗവൺമെന്റ് MBBS സീറ്റ് കരസ്ഥമാക്കി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇത് സീനിയർ രചനയുടെ സമയമാണ്. ഇനി അങ്ങോട്ടും ഞങ്ങൾ തന്നെ. ഹായ്, എൻ്റെ പേര് അന്ന ജോസി. ഞാൻ സീനിയർ രചന ക്ലാസ്സിലെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഒരു കൊല്ലം മുന്നേ വരെ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സീനിയർ രചന ക്ലാസ് തന്നെയാണ്. ഞാൻ +1 +2 പഠിച്ചത് ഹോളി ഫാമിലി സ്കൂളിലാണ്. +2ൻ്റെ കൂടെ ഞാൻ ഇവിടെ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് കോച്ചിങ്ങിന് വന്നിരുന്നു. +2ൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ അതിന് പോകണോ അതോ എൻ്റെ സ്വപ്നം പോലെ MBBS എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് MBBS കിട്ടോ ഇല്ലേ എന്നെനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും 1ഉം 2ഉം കൊല്ലമൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്നിട്ടാണ് പഠിച്ച് മേടിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലേറ്റായി വന്നതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടീച്ചർമാർക്കും എൻ്റെ സാറുമാർക്കും അവരുടെ മുഖത്ത് സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ പുഷ് ചെയ്തതും ഇങ്ങനെ മേടിക്കാൻ വേണ്ടി എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തതും. പ്രിപ്പറേഷൻ സമയത്ത് നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മളെ വളരെ ചേർത്ത് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും ഇമോഷണൽ സപ്പോർട്ട് തരികയും ചെയ്യുന്ന ഒരു ടീം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംസ് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ അവരുടെ നീറ്റ് സ്വപ്നങ്ങൾ സീനിയർ രചനയിലൂടെ സാക്ഷാത്കരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ NEET and JEE കോച്ചിങ്.